കൈറോസ് കനാലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് ഡോഗിന് ഒക്കെ ഇവർക്ക് കൊടുക്കുന്ന സപ്ലിമെന്റ്, ഫുഡ് ഇതൊക്കെ മേടിക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട്. അപ്പൊ അവിടുത്തെ ഒരു വീഡിയോ ആണെന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ അവിടുത്തെ വീഡിയോ, അവിടുത്തെ സൗകര്യങ്ങളും എന്തൊക്കെ സജ്ജീകരണങ്ങളും ഉണ്ട്. പെറ്റ്സിന്റെ ഫുഡ് ഒരുപാടുണ്ട് അവിടെ. നമ്മൾ അത്യാവശ്യം അവിടുന്ന് വാങ്ങിക്കുന്നതാണ്. പിന്നെ സപ്ലിമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഉള്ള സപ്ലിമെന്റ്സിന്റെ ഒക്കെ ഒരു വീഡിയോ ആണ്. അതിന്റെ ഓണർ നമുക്ക് പരിചയപ്പെടുത്തി തരും. ജോജു എന്നാണ് അയാളുടെ പേര്. അദ്ദേഹത്തിന് ഒരു 10-15 വർഷമായിട്ട് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഷോപ്പൊക്കെ ഉള്ളതാണ്. ആദ്യം അങ്കമാലിലായിരുന്നു, ഇപ്പൊ മറ്റൂർക്ക് മാറ്റിയാണ്. കാലടി മറ്റൂര് കോളേജ് ജംഗ്ഷനിലാണ് ഷോപ്പുള്ള. ചെറുപുഷ്പം പെറ്റ്സ് എന്നാണ് ഷോപ്പിന്റെ പേര്. അപ്പൊ അവിടുത്തെ വീഡിയോ ഒക്കെ അന്ന് കാണിക്കണേ. അപ്പൊ ഇതിന് സപ്ലിമെന്റ്സിന്റെ വേറൊരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ ചെയ്യുന്നതാണ്. ഇപ്പൊ അവിടെയുള്ള സപ്ലിമെന്റ്സ് ഒക്കെ വെച്ചാണ് നമ്മൾ ചെയ്തേക്കണേ. അപ്പോ എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോജിയുടെ നമ്പർ നമ്മൾ വീഡിയോയിൽ വെക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വിളിക്കാം. എന്തെങ്കിലും ഡോഗിന്റെ ബോർഡിങ്ങിനോ അല്ലെങ്കിൽ ആക്കണിങ്ങോ ഒക്കെ അങ്ങനെ വിളിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുക്കുന്നതാണ്. വീഡിയോന്റെ ഇടയ്ക്കും കാണിക്കുന്നതാണ്. അപ്പൊ നമുക്കന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മളങ്ങനെ ഷോപ്പിലെത്തിയേക്കാണ്. ഇതാണ് ഷോപ്പിന്റെ ഓണർ. പുള്ളീനെ നമുക്ക് പരിചയപ്പെടാം. എന്റെ പേരും കാര്യങ്ങളൊക്കെ ജോജി സാബു അറിയണ ആളാണ്. ഞങ്ങൾ ഒരുപാട് കാലത്ത് പരിചയമുള്ളതാണ്. അങ്കമാലിലായിരുന്നു ആദ്യം കട അല്ലേ? അതെ അതെ. അങ്കമാലില് നമ്മൾക്കൊരു 10 വർഷത്തോളം അങ്കമാലിലുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പോ കാലടി മറ്റൂർ ജംഗ്ഷനിലേക്ക് മാറ്റിയിട്ട് ഒരു 3 വർഷം കഴിഞ്ഞു. അപ്പൊ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുമിച്ച് ഒരു ബിൽഡിങ്ങിലാക്കിയതുകൊണ്ട് പിന്നെ അവിടെ അങ്കമാലിൽ അങ്ങനെ വൈൻഡപ്പ് ചെയ്തതാണ്. ഇവിടെ നമ്മൾക്ക് എല്ലാ സർവീസും ഉണ്ട്. പെറ്റ് ഷോപ്പ് അറിയാലോ, ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ട്. ഡോഗ് ഫുഡുകളായി കഴിഞ്ഞാലും സപ്ലിമെന്റ്സ് ആയാലും ഷാംപൂസ് എല്ലാം വെറൈറ്റി കളക്ഷൻസ് നമ്മൾ ഉണ്ട്. അതുപോലെ ട്രീറ്റ്മെന്റ് രാവിലെ 9 മണി ഇറങ്ങിയിട്ട് വൈകിട്ട് 9 മണി വരെ ഡോക്ടർ ഉണ്ട്. എല്ലാ ടെസ്റ്റുകളുടെയും ഇതെല്ലാം ഉണ്ട്. ബ്ലഡ് ടെസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ലാബ് എല്ലാതും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗ്രൂമിങ് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. ഗ്രൂമിങ്ങും ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മളത് ചെയ്യുന്ന ഒരു ഇതാണ്. പിന്നെ നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സ് വേണമെങ്കിൽ പരിചയപ്പെടുത്താം. ഇപ്പോൾ നമ്മുടെ സപ്ലിമെന്റ്സിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള സപ്ലിമെന്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സബുവിന് അറിയാവുന്നത് പോലെ തന്നെ ഡോഗുകൾക്ക് നമ്മൾ കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യുന്ന സപ്ലിമെന്റ്സ് ആണ് കാൽസ്യം, വൈറ്റമിൻ, അയൺ, അതുപോലെ തന്നെ ഒമേഗ-3, എന്താ പറയുക, ലിവർ ടോണിക്കുകൾ. ഇത് കൂടുതൽ നമ്മളെപ്പോഴും എല്ലാവർക്കും കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് എല്ലാ പെറ്റ്സിനും. കാരണം എന്ന് വെച്ചാൽ ഇവർക്കൊരു ഇമ്മ്യൂണിറ്റി പവർ എപ്പോഴും കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അസുഖങ്ങൾ വളരെ കുറവായിരിക്കും. സാധാരണ ഇത് ആരും അങ്ങനെ അധികം സജസ്റ്റ് ചെയ്യില്ല. എന്താ പറയാ, ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ പോലും അതെ അതെ. പക്ഷെ ഇത് നമ്മൾ കണ്ടിന്യൂസ് കൊടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഗുണം നമുക്കുണ്ട്. എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് ഓടേണ്ട ആവശ്യം വളരെ കുറയ്ക്കാന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച്. ഞാൻ അത് തന്നെയാണ് എല്ലാവരോടും ഞാൻ സപ്പോർട്ട് ചെയ്യാറുള്ളത്. അതിന്റെ റിസൾട്ട് നമുക്കുണ്ട്. ഇപ്പം എൻ്റെ പേഴ്സണൽ എൻ്റെ ഓൺ ഡോഗിനും അതുപോലെ തന്നെയാണ്. ഞാൻ ഇന്നവരെ മുടക്കിയിട്ടില്ല. 3 വയസ്സ് 4 വയസ്സായാലും ഞാൻ മുടക്കിയിട്ടില്ല. അതുകൊണ്ട് ഒരു ഡോക്ടറെ കാണിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഇതിൽ പ്രൊഡക്ട്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പെറ്റ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ്, അത് സാധാരണ രീതിയിൽ പറഞ്ഞു വെച്ചാൽ ഇവരുടെ ഈ കൗണ്ടുകളുടെ വ്യത്യാസത്തിനാണ്. അതായത് പ്രൊജസ്ട്രോണിന്റെ കുറവ് കൂടുതൽ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് സ്റ്റിറോയിഡ് ഫ്രീ ആയിട്ട് ഏറ്റവും സേഫ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഇതാണ്. ഫീമെയിലിനും മെയിലിനും കൊടുക്കാറുണ്ട്. അത് കൊടുക്കേണ്ട രീതിയും കാര്യങ്ങളും ഇത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നല്ല റിസൾട്ടാണ്. ഗ്യാരണ്ടി റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റ് ആണ് ഇത്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ളത് ബ്രീഡിങ്ങിന് സമയത്ത് നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ്. ഏകദേശം ഒരു 2 ബോട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കും ബ്രീഡിങ്ങിന് സമയത്ത്. പിന്നെ നമുക്ക് പരിചയപ്പെടുത്താൻ പിന്നെ വേണമെങ്കിൽ മൈബ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ സപ്ലിമെന്റ് ഉണ്ട്. ഇത് ജോയിന്റ് സപ്ലിമെന്റ് ആണ്. ജോയിന്റിനും അതുപോലെ തന്നെ വൈറ്റമിനും കോമ്പിനേഷനാണ്. എന്താ പറയുക, ബെസ്റ്റ് റിസൾട്ട് ആണ്. സാധനം കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. അല്പം കോസ്റ്റ്ലി ആണെങ്കിലും ഉപയോഗിക്കുന്നവരെല്ലാവരും ഇത് തന്നെ ഉപയോഗിക്കാറുള്ളൂ. മനസ്സിലായി? അപ്പൊ അത്ര ഇതുണ്ട്. ഇതിന്റെ പല റേഞ്ചിലുണ്ട്. സ്കിന്നിനായിട്ടുള്ളതുണ്ട്. ഇത് ശരിക്കും പുറത്തുനിന്ന് വരുന്ന ഐറ്റംസ് ആണ്. ഇത് USA ആണ്. അതാണ് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളത് തന്നെ. പിന്നെ റിസൾട്ടും ഉണ്ട്. അവർ കമ്പനി തന്നെ പറയുന്നുണ്ട് ഗ്യാരണ്ടി ആയിട്ടുള്ള റിസൾട്ട് ആണ്. ഇല്ലെങ്കിൽ അവര് അതിനുള്ള പരിഹാരം ചെയ്യാന്ന് തന്നെ പറയും. ഇതിന്റെ വൈറ്റമിന്റെ ആയിട്ടാണ്. മൾട്ടി വൈറ്റമിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് ജോയിന്റിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്. അതുപോലെ തന്നെ സ്കിന്നിന്റെ ആയിട്ട് വേറെ ഉണ്ട്. പൂച്ചയ്ക്ക് വേറെ ഉണ്ട്. പിന്നെ ഇത് നമുക്ക്
പപ്പിക്ക് ഇത് സ്കൈസി എന്ന് പറഞ്ഞ സ്കൈക്കിന്റെ കമ്പനിയുടെ പപ്പ് സ്റ്റാർട്ട്, അതായത് പാലിന് പകരമായിട്ടും അവർ ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും പപ്പി സിർലാക്കിന്റെ ഒരു ഇതാണ്, സിർലാക്ക് എന്നാണ്, പക്ഷെ മിൽക്ക് ആൻഡ് റിച്ച്ഡ് ആണ്. പാല് കൊടുക്കണമെന്നില്ല. അപ്പൊ അതിന് പകരമായിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതും കിട്ടും, ഈ സിർലാക്കിന്റെ ഒരു ഗുണം കൂടി കിട്ടും. അതുപോലെ വേറെ 3-4 കമ്പനികളുടെ ഉണ്ട്, എല്ലാ ബ്രാൻഡിന്റെ ഉണ്ട്. വെറ്റിനയുടെ ഉണ്ട്, അതുപോലെ നമുക്ക് വെറ്റക്കിനോളിന്റെ ഉണ്ട്, പല ബ്രാൻഡുകളുടെ ഉണ്ട്. ഇത് വെറ്റിനയുടെ ആണ്. സോഫ്റ്റ് കോട്ട് എന്ന് പറഞ്ഞിട്ട് ഒമേഗ 369 വരുന്നത്. കോട്ടിന് വേണ്ടിയിട്ട് മെയിനായിട്ട് കൊടുക്കുന്നത്. ഇത് കൊടുക്കുമ്പോൾ മുടി ഒഴിച്ചിൽ കുറയും, മുടി വളരും, മുടിക്ക് നല്ല ഭംഗി കിട്ടും. പ്രത്യേകിച്ച് ഹെയറി ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഇത്. വെറ്റിനയുടെ ഐറ്റംസ് ഒക്കെ അത്യാവശ്യം വെറ്റിനയുടെ നല്ല പ്രൊഡക്റ്റ് ആണ്, ഒരു കുഴപ്പമില്ല. വെറ്റിനയുടെ അതുപോലെ തന്നെ നമ്മൾക്കത് ക്യാനി ജെല്ല്, ഇതതുപോലെ തന്നെ സ്റ്റിറോയിഡ് ഫ്രീ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഗ്രോത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക്, അതല്ലെങ്കിൽ ഇപ്പൊ വലിയ ഡോഗുകൾക്കും കൊടുക്കാറുണ്ട്. കുറച്ച് ക്ഷീണമുള്ള ഡോഗുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല റിസൾട്ടാണ്. പെട്ടെന്ന് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. നമുക്കൊരു 2 വീക്സ് തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയത് നമുക്കറിയാൻ പറ്റും. വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. അതുപോലെ സപ്ലിമെന്റ്സ് ആയാലും ഇപ്പോൾ വൈറ്റമിൻ പ്രോയ് ബൂസ്റ്റ്, അല്ലെങ്കിൽ വെർബാക്കിന്റെ കാനിറ്റോൺ, അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ ആണെങ്കിൽ ബ്ലാക്ക് സോൾജർ. ഇത് വിവാൾഡിസിന്റെ ആണ്. വിവാൾഡിസിന്റെ ബ്ലാക്ക് സോൾജർ തന്നെ പ്രോട്ടീൻ പൗഡർ തന്നെയാണ്. ഈ ബ്ലാക്ക് സോൾജർ എന്ന് പറഞ്ഞ ആ ഒരു ഇൻസെക്റ്റിൽ നിന്ന് എടുക്കുന്നതാണ് ഇതിന്റെ പ്രോട്ടീൻ. അതുകൊണ്ട് ഇതും വളരെ നല്ല റിസൾട്ടാണ് കേട്ടോ. നമ്മൾക്ക് ഇവിടെ ഒട്ടുമിക്ക ബ്രാൻഡിന്റെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ നാട്ടിലുണ്ടാക്കുന്നതിലും അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത് ഒത്തിരി ഫുഡുകളുണ്ട്. ഇപ്പോൾ റോയൽ കാനിൻ എല്ലാവർക്കും അറിയുന്ന പോലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. അല്ലെങ്കിൽ ആർഡൻ ഗ്രേഞ്ച്, അല്ലെങ്കിൽ നമ്മളുടെ ഫോക്കസ്, കാനിങ് റീക്ക്, എന്നാൻഡി മോശമില്ലാത്തൊരു ഫുഡാണ്. അതുപോലെ തന്നെ പല ഇത് ജസ്റ്റ് ലവ് എന്ന് പറഞ്ഞ ഫ്രാൻസിന്റെ ഒരു ഫുഡാണ്. നല്ല റിസൾട്ട് പറയുന്നുണ്ട്. തന്നെ ഇപ്പോ നമ്മളുടെ വിർബാക്കിന്റെ ഒരു ഫുഡ് ഇറങ്ങിയിട്ടുണ്ട്. അതെ അതെ, സൂപ്പർ പ്രീമിയം ആണ്. നല്ല റേറ്റും കൂടുതലാണ്. റിസൾട്ട് അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ എക്കണോമി ആയിട്ടുള്ള പല ഇതുണ്ട്. ഹിമാലയയുടെ, അതുപോലെ ഗ്രെയിൻ സീറോ നല്ലൊരു ഫുഡാണ്. മീഡിയം റേഞ്ചിലുള്ള നല്ല ഫുഡാണ്. ാണ് നമ്മൾക്ക് ഇവിടെ ലാബ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ സജ്ജീകരണം ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവിധ ബ്ലഡ് ടെസ്റ്റുകൾക്കും കാര്യങ്ങൾക്കും ഉള്ളതുണ്ട്. തന്നെ സ്കിൻ ടെസ്റ്റ്, അതുപോലെ ഇതിൽ ബ്ലഡ് സിറം ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പ്രൊജസ്ട്രോൺ, അതുപോലെ തൈറോയിഡിൻ്റെ ടെസ്റ്റുകൾ, എന്താ പറയുക, ഇതാണ് ഒരു ഫുൾ ടൈം തന്നെ. രാവിലെ 9 മണി വൈകിട്ട് 9 മണി വരെ തന്നെ ഇതും പ്രവർത്തിക്കും. പിന്നെ വാക്സിൻ ഒക്കെ എടുക്കാൻ നമുക്ക് വീട്ടിൽ വന്ന് ചെയ്തു കൊടുക്കുന്ന സൗകര്യം കാര്യങ്ങളൊക്കെ അതുപോലെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ. വാക്സിനേഷൻ എവിടെ ആയി കഴിഞ്ഞാലും നമ്മൾ വന്നിട്ട് നമ്മുടെ ടീം പോകുന്നുണ്ട്. ഡോക്ടർ അടക്കം പോയിട്ടാണ് വാക്സിനേഷൻ എടുക്കുന്നത്. അതല്ല ഇവിടെ കൊണ്ടുവന്ന് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ബോർഡിംഗ് സൗകര്യങ്ങൾ ശരിക്കും എത്ര കേജൊക്കെ ഉള്ള ശരിക്കും ഇവിടെ? നമ്മൾക്കിവിടെ ബോർഡിങ്ങിൻ്റെ ചെയ്തേക്കണത് ഇപ്പോൾ കാണുന്ന പോലെ തന്നെ എന്താ പറയുക വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓരോ ഡോഗിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 5 അടി, 4.5 അടി, 4 അടി, അങ്ങനെ പല റേഞ്ചിലാണ് ചെയ്തേക്കണത്. അത് മാത്രമല്ല ക്ലീനിങ് പർപ്പസ് വളരെ ഭംഗിയായിട്ട് ഒരല്പം പോലും എന്താ പറയുക സ്മെല്ല്, ഫോൾ സ്മെല്ലോ കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഇപ്പോൾ മെയിനായിട്ട് ഒരു 8 കേജാണുള്ളത് വലിയ ഡോഗുകൾക്ക്. പിന്നെ പറഞ്ഞത് നമ്മൾ അപ്പുറത്ത് വേറെ റൂമുണ്ട്, അതിനകത്ത് നമ്മൾ ചെറിയ കേജുകളിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാ വീടുകളിൽ പോയി നമ്മൾ പിക്ക് ചെയ്യാണോ ഡോഗിനെ? വീടുകളിൽ പോയിട്ട് നമ്മൾക്ക് ഇവിടെ വാൻ സൗകര്യമുണ്ട്. വാനിൽ തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഡോഗിനെ സേഫ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ഗ്രില്ലെല്ലാം ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടുകളിൽ പോയിട്ട് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരും. എല്ലാ സർവീസിനും, ഇപ്പോൾ ഗ്രൂമിങ്ങിനായാലും ബോർഡിങ്ങിനായാലും ട്രീറ്റ്മെന്റിനായാലും നമ്മൾ കൊണ്ടുവന്ന് അതെല്ലാം ചെയ്ത് സേഫ് ആയിട്ട് തന്നെ തിരിച്ചു കൊടുക്കണം. അതാണ് ഇപ്പോൾ കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നത്. ഞാൻ അവരുടെ കൂടെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് കൂടുതലായിട്ട് നമുക്ക് ബോർഡിംഗ്. അപ്പോൾ ശരിക്കും നമുക്ക് മിക്കപ്പോഴും ഉണ്ടാവുക അത്യാവശ്യം
ബോർഡിങ് മിക്കവാറും വീക്കെൻഡ് സമയങ്ങളിൽ എപ്പോഴും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഹോളിഡേയ്സിലൊക്കെ ഫുൾ ആയിരിക്കും നമ്മൾക്ക്. എന്തായാലും ആവറേജ് ഒരു 5-6 എപ്പോഴും നമ്മൾ ഒരുപാട് നമ്മൾ ചെയ്യുന്നില്ല. ചെയ്യുന്നവരെ നല്ല ഭംഗിയായിട്ട് നോക്കുക, എല്ലാ ദിവസവും അവരെ ഒന്ന് അഴിച്ച് പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് ഒന്ന് കളിപ്പിക്കുക, കാര്യങ്ങൾ ചെയ്യുക. ഇപ്പൊ കോമ്പ് ചെയ്യേണ്ടതാണെങ്കിൽ എല്ലാവരും കോമ്പ് ചെയ്യുക. അതുപോലെ വെൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അവർ ഇവിടെ തന്നെയാണ് നമുക്ക് കൊണ്ടുവരുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ക്യാമറ സെറ്റപ്പ് എല്ലാം ചെയ്തിട്ടുണ്ട്, ഫുൾ ക്യാമറ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഫാൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ചൂടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. പിന്നെ ഫുൾ ടൈം വെള്ളം എല്ലാവർക്കും അവൈലബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. ഡ്രെയിൻ പോകാനുള്ള ഒരു സൗകര്യം അതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഡോഗ് വന്നിട്ട് ഇതിപ്പോ 6 മാസത്തേക്കാണ് ഇവിടെ ആക്കിയിരിക്കണത്. ഇപ്പൊ 4 മാസം കഴിഞ്ഞു. അപ്പൊ 6 മാസം കഴിഞ്ഞ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. വിദേശത്തേക്ക് ഇറ്റലിയിൽ പോയിരിക്കുന്നതാണ്. അതുപോലെ ഇപ്പോൾ അടുത്ത മാസങ്ങളിൽ വരുന്നുണ്ട്, ബുക്ക് ചെയ്തിട്ടുണ്ട്. 2 മാസത്തേക്ക് 3 മാസത്തേക്ക് പറഞ്ഞിട്ട് ബുക്കിംഗ് ഉണ്ട്. അത് ഇൻ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രം അങ്ങനെ എടുക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ആ റേഞ്ചും ആ ഒരു മന്ത്ലി പാക്കേജ് എന്നുള്ള രീതിയിൽ ചെയ്തു കൊടുക്കുന്നു. പിന്നെ നമ്മളിവിടെ ഡോഗ് ഫുഡ് മാത്രമേ കൊടുക്കൂ, ഫാമിലി ഫുഡ്, ചോറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവമില്ല. ഏജിനനുസരിച്ചിട്ട് അതിൻ്റെതായ രീതിയിൽ നല്ല ഫുഡ് തന്നെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഡോക്ടറെ സൗകര്യം ഉള്ളതും കുറെ എളുപ്പമായിരിക്കില്ല നമുക്ക് ഇവിടെ ആക്കിയാൽ തന്നെ. ഡോക്ടറെ സൗകര്യം വെച്ചാൽ ഇപ്പൊ നമുക്ക് ബോർഡിങ്ങിനുള്ള ഡോഗുകളുടെ റിസ്ക് അറിയാലോ. എന്തെങ്കിലും ചെറിയ അസ്വസ്ഥ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും നമുക്കിവിടെ ഡോക്ടറുണ്ട്. കാര്യങ്ങൾ രാവിലെ 9 മണി വരെ ഇവിടെ ഡോക്ടറുണ്ട്. എല്ലാ ടെസ്റ്റുകൾ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ എന്താ പറയാ വളരെ സേഫായിട്ട് ഏൽപ്പിച്ച് പോകാവുന്ന ധൈര്യമായിട്ട് പോകാവുന്ന ഒരു ഇതാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ബോർഡിംഗ് ചാർജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കറക്റ്റ്? ബോർഡിങ്ങിന് നമ്മളിപ്പോ സാധാരണ വലിയ ഡോഗുകൾക്ക് ഇപ്പൊ എന്താ പറയാ റോട്ട് വീലർ അല്ലെങ്കിൽ ജർമ്മൻ ഷെപ്പേർഡ്, ലാബ്രഡോർ അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ ഇതിൽ വെച്ചിട്ട് 450 രൂപയാണ് പെർ ഡേ എന്നുള്ള രീതിയിൽ ചെയ്യുന്നത്. അത് ഇൻക്ലൂഡിങ് ഫുഡ് എല്ലാം അതിനകത്ത് വരുന്നതാണ്. പിന്നെ അതിന്റെ സൈസിനനുസരിച്ചിട്ട് 350, 300, 250 അങ്ങനെ ആ റേഞ്ചിലൊക്കെയാണ് ചെയ്യുന്നത്. മന്ത്ലി പാക്കേജ് വരുമ്പോൾ നല്ലൊരു വ്യത്യാസം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനകത്ത് വേറെ ഗ്രൂമിങ്ങും കാര്യങ്ങളും അത് വാഷിംഗും ഒക്കെ നമ്മൾ അതിനകത്ത് പെട്ടോ? ഗ്രൂമിങ് നമ്മൾ മന്ത്ലി പാക്കേജിന്റെ തരുന്നവർക്ക് നമ്മൾ ഗ്രൂമിങ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ ഡെയിലി കോമ്പ് ചെയ്യേണ്ടവർ ഡെയിലി കോമ്പ് ചെയ്ത് തന്നെ പോകുന്നുണ്ട്. ഇപ്പൊ ലാബ്രഡോർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് 2 വീക്സിൽ ഒരു പ്രാവശ്യമാണ് നമ്മളത് വാഷിങ്ങും എയർ ക്ലീൻ നെയിൽ കട്ടിങ് എല്ലാം ചെയ്യുന്നത്. ഹെയറി ആയിട്ടുള്ളവർക്ക് നമ്മൾ ഡെയിലി കോമ്പിങ് ചെയ്തു പോകുന്നു. അതുപോലെയാണ് നമ്മൾക്ക് അക്സസറീസ് നമുക്കിവിടെ മാർക്കറ്റിൽ നിലവിൽ നമുക്ക് കിട്ടാവുന്നതിൽ ഒരു കൊള്ളാവുന്ന കളക്ഷൻസ് ആണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അക്സസറീസിനായാലും ഡോഗ് ഫുഡിനായാലും എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ആയി കഴിഞ്ഞാലും ഗ്രൂമിങ് ആയി കഴിഞ്ഞാലും ഒരു അവറേജ് റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് കസ്റ്റമേഴ്സും സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ സാബുവിന് എപ്പോഴും എന്താവശ്യം ഉണ്ടെങ്കിലും ആരെങ്കിലൊക്കെ പരിചയം ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം. വളരെ സന്തോഷം കണ്ടതിൽ. താങ്ക് യു.